ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ളോഗർ. എൻ്റെ പേര് സ്റ്റെഫി. നമ്മളിന്ന് 11th ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 11th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റഗ്രൽ ഓഫ് കോസ് റേസ് ടു 4 2x dx. ഓക്കെ, അപ്പം ഇതുപോലെ സൈൻ റേസ് ടു 4x dx നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഈ കോസ് റേസ് ടു 4 2xനെ ഞാൻ സെപ്പറേറ്റ് ആദ്യം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ നമുക്ക് കോസ് സ്ക്വയർ 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഓക്കെ അല്ലേ? നമുക്കറിയാം എന്താണ് കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 + cos 2x/2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കോസ് സ്ക്വയർ 2x ആണ്. അപ്പോൾ എന്ത് വരും? 1 + cos 2 × 2x, അതായത് 4x/2 ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ വരും. അപ്പം താഴത്തെ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 1 + cos 4x ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പം എന്താ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? a + b ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കാം. 1/4 × 1 + 2 cos 4x + cos സ്ക്വയർ 4x എന്ന് വരും. ഓക്കെ, അതായത് a² + 2 × 1 × cos 4x + cos സ്ക്വയർ 4x. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റണം അല്ലേ. അതായത് 1/4 1 + 2 cos 4x + ഇവിടെ നോക്കി, ഇവിടെ എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് cos സ്ക്വയർ എക്സിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1 + cos 2x ആണ് അല്ലേ. 1 + cos, ഇവിടെ 2xൻ്റെ എക്സിൻ്റെ പ്ലേസിൽ 4 ആണ്, 4x ആണ്. അപ്പം 2 × 4x 8x/2 ഇങ്ങനെ വരും അല്ലേ. സോ 1/4 1 + 2 cos 4x + 1/2 + cos 8x/2 ഇങ്ങനെ വരും. ഓക്കെ, ഈ 1ഉം 1/2നെ ഞാൻ അങ്ങ് ആഡ് ചെയ്യുകയാണേ. അപ്പോൾ എന്ത് വരും? 1 + 1/2 3/2. സോ 3/2 + 2 cos 4x + 1/2 cos 8x ഇത്ര വരും. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റഗ്രൽ കാണാം. എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാം പറ്റുന്ന രീതിയിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ കോസ് റേസ് ടു 4 2x dx ആയിരുന്നു. അതിനെ നമ്മളിപ്പം 1/4 ഇൻ്റഗ്രൽ 3/2 + 2 cos 4x + 1/2 cos 8x എന്ന് എഴുതി dx. ഓക്കെ, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താലോ. സോ 1/4 3/2x, 3/2ൻ്റെ ഇൻ്റഗ്രൽ 3/2x + 2 cos 4xൻ്റെ ഇൻ്റഗ്രൽ എന്താ? sin 4x അല്ലേ. അപ്പോൾ sin 4x/4 + 1/2 cos 8xൻ്റെ ഇൻ്റഗ്രൽ sin 8x/8 + c. ഓക്കെ, നമുക്ക് ഈ 1/4 അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ. അപ്പോൾ എന്ത് വരും? 3/8x + ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ താഴെ 2 ആകും. പിന്നെ 4 × 2 8. അപ്പോൾ sin 4x/8 + 8 × 2 16 16 × 4 ഓക്കെ 16 × 4 എന്ത് വരും? 64 വരും അല്ലേ. സോ sin 8x/64 + c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റഗ്രൽ ഓഫ് sin സ്ക്വയർ x/1 + cos x dx. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ sin സ്ക്വയർ x എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നമുക്ക് sin സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം?
1 മൈനസ് വൺ മൈനസ് എഴുതിയാൽ ശരിയാവില്ല അല്ലേ. സോ നമുക്ക് സൈൻ 2x റിസൾട്ട് അപ്ലൈ ചെയ്യാം. 2 sin x cos x അല്ലേ. ഇവിടെ സൈൻ എക്സ് അല്ലേ. അപ്പോൾ സൈൻ എക്സ് ദ ഹോൾ പവർ എന്ന് എഴുതാമല്ലോ. ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ സൈൻ എക്സ് ദ ഹോൾ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 2 sin x/2 കോസ് x/2 ഹോൾ പവർ ഉള്ളതുകൊണ്ട് രണ്ടിടത്ത് സ്ക്വയർ കൊടുക്കാം. ഇവിടെ 2നും സ്ക്വയർ വരും അല്ലേ. അപ്പോൾ 2ൻ്റെ സ്ക്വയർ വരും. നമുക്കതിനെ ഒരുമിച്ച് കൊടുക്കാം അല്ലേ. അപ്പം ദ ഹോൾ പവർ 2 ഡിവൈഡഡ് ബൈ എന്താണ് 1 പ്ലസ് കോസ് എക്സ്. എന്താണ് 1 പ്ലസ് കോസ് എക്സ് വരുന്നത്? 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ x/2 ആണ്. ഓക്കെ. അപ്പോൾ എന്ത് വരും? integral of 4 sin square x/2 cos square x/2 എന്ന് വരും. താഴെ ഡിവൈഡഡ് ബൈ 2 cos square x/2 എന്ന് വരും അല്ലേ. ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും. പിന്നെ ഇവിടെ ഒരു cos square x/2ഉം cos square x/2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ x/2 എന്ന് വരും ഡി എക്സ്. എന്താണ് ഈ സൈൻ സ്ക്വയർ x/2? എന്താണ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഒരു 2 ഉണ്ടല്ലേ. ഇവിടെ ഒരു 2 ഉണ്ട്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് കോസ് 2x ആണ്. സോ ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ 2 ഉള്ളതുകൊണ്ട് 1 മൈനസ് കോസ് 2x ആണ്. അപ്പം ഇവിടെ എക്സിന് പകരം x/2 ആയതുകൊണ്ട് 1 മൈനസ് കോസ് എക്സ് എന്നേ വരും അല്ലേ. ബൈ 2 ഇവിടെ ഇൻറ്റു 2 ഉള്ളതുകൊണ്ട് ബൈ 2 ഇല്ല കേട്ടോ. അവിടെ എഴുതേണ്ട. അതിന് പകരമാണ് 2 സൈൻ സ്ക്വയർ x/2 എന്ന് പറയുന്നത് 1 മൈനസ് കോസ് എക്സ്. ഇനി സെപ്പറേറ്റ് ഇൻ്റഗ്രൽ കാണാമല്ലോ. സോ എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. ഓക്കെ.